friends, welcome back to our YouTube channel. ഞാൻ വർത്ത ബിജറ്റ് കൂടെ എൻ്റെ അമ്മ അതുല്യ ബിജറ്റ്. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. എന്ത് ക്രാഫ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യണേ? സൺഫ്ലവർ പിസ്താഷ്യയിൽ വെച്ച്. ഓക്കെ, നമ്മൾ പിസ്താഷ്യയിൽ വെച്ചിട്ട് ഒരു സൺഫ്ലവർ ആണ് ചെയ്യാൻ പോകുമ്പോൾ വരദുവിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നത്. അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പിസ്തയുടെ ഷെല്ലുകൾ എടുത്തെടുത്ത് സൂക്ഷിച്ച് വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് പിസ്താ ഷെല്ല് വെച്ചിട്ട് ഒരു സൺഫ്ലവർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ അപ്പൊ നമുക്ക് നേരെ പോയാലോ? നമ്മുടെ സൺഫ്ലവറിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. അതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനൊരു കേക്കിൻ്റെ ബേസാണ് യൂസ് ചെയ്തേക്കണേ. ശേഷം നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പിസ്തയുടെ ഷെല്ല് ആ ഒരു പെറ്റൽസിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾക്കറിയാമല്ലോ, ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഫുള്ള് ഗം അപ്ലൈ ചെയ്തിട്ട് പിസ്തയുടെ ഷെല്ലുകൾ ഓരോ ലെയേഴ്സായിട്ട് ജസ്റ്റ് ഒരു ഓവർലാപ്പ് വരുന്ന പോലെ അറേഞ്ച് ചെയ്യുക. ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഞാൻ വൈറ്റ് സിമെൻറ്റ് വെച്ച് ക്ലേ ആണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഞവരരി വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അരിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രസം കിട്ടും. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറ്. കൂടാതെ 2 കുഞ്ഞു കൈകൾ കൂടി കാണുന്നുണ്ടല്ലോ. ഒരാൾ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ഞാൻ കളറ് ചെയ്യിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരുന്നത്. അതിൻ്റെ 2-3 കോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് യെല്ലോ കളറാക്കി കൊടുക്കുക. ശേഷം ലീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്ലേ ഉണ്ടാക്കണം. വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ആവശ്യത്തിന് വൈറ്റ് സിമെൻറ്റ് എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഒത്തിരി വെള്ളമായി പോകരുത്. നമുക്കൊരു ചപ്പാത്തിയുടെ ഒരു പരുവുണ്ടല്ലോ മാവിൻ്റെ, ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിരിക്കുന്ന ക്ലേ ഇത് തന്നെയാണ്. ഗ്ലൗസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഫെവിക്കോളും കൂടി അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും കൂടി ആഡ് ചെയ്യുക. ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നന്നായി കുഴച്ചിട്ട് ആ ഒരു ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ലീഫ് വെക്കാനായിട്ട് ഞാൻ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പുറത്ത് ഇതങ്ങ് പരത്തിയിട്ട് നന്നായിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക വേണ്ടത്. എന്നിട്ട് അതിൽ നമ്മുടെ ലീഫിൽ വെയിൻസൊക്കെ വരച്ചു കൊടുക്കുക. എന്തെങ്കിലും ചെറിയ നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചു കൊടുക്കുക. 3-4 മണിക്കൂർ മതി. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുക, ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് ശ്രദ്ധിച്ച് വേണം അതൊന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് അൺമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശേഷം നമുക്ക് കളറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ചേക്കുന്ന നമ്മുടെ ഗ്രീനും ലെമൺ യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഫസ്റ്റ് കോട്ടായിട്ട് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അത് രണ്ടിനും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ശേഷം ഗ്രീൻ കളർ തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷേ മറ്റേ നമ്മൾ താഴെ അടിച്ചേക്കുന്ന കോട്ട് ഫുള്ള് കംപ്ലീറ്റ് മറിഞ്ഞു പോകാണ്ട് നോക്കണം. പിന്നെ ഇതിൻ്റെ വെയിൻസ് ഞാൻ വരച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ സാപ്പ് ഗ്രീൻ കളർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വെയിൻസ് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇതാണ് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ, മറന്നുപോയി അമ്മ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് സൈൻ ഓഫ് ഫ്രം വരദ വിജി ആൻഡ് അതുല്യ.